എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ 11 ജനിച്ചു. അമ്മന്റെ ചാറല്ലേ ഇവിടെ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പറഞ്ഞത് പറഞ്ഞു കേട്ടോ, ഞങ്ങളുടെ കുട്ടി പറഞ്ഞു കേട്ടോ. ഹലോ ഗൈസ് പറ. അമ്മയുടെ ചൊണ്ടാപ്പി, അമ്മയുടെ ചൊണ്ടാപ്പി. അതിനിപ്പോ ഭയങ്കര കുശുമ്പാ. ചാനലിൽ അപ്പൊ ഇനി പയ്യന് വേറൊരു ഉണ്ണി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? വേറെ ഉണ്ണിനെ വേണോ? എന്നാലും വെറുതെ ഒന്ന് നോക്കിയാലോ. ഈ ഉണ്ണി വന്നപ്പോ തന്നെ ആ ഉണ്ണിന്റെ മൈൻഡിലാണ് ഇവിടുത്തെ കംപ്ലൈന്റ് മൊത്തം. ഇപ്പൊ ഫുള്ള് ഞാൻ സാധാരണ പറയുന്നുണ്ട് ഇതുപോലെ സ്വണ്ടാക്കി കണ്ണാക്കി എന്നൊക്കെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പറഞ്ഞില്ലേ? അപ്പൊ ഇപ്പൊ ചാലിനെ വിളിച്ചില്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ സ്പെഷ്യലാണ് കായന്റെ ഫേവറേറ്റ് ഓടും കായ, ഏട്ടന്റെ ഫേവറേറ്റ് ഓടും കായ. കഴിഞ്ഞ പഠിച്ചോട്ടെ. എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എക്സാം നടക്കുകയാണെങ്കിൽ കൂടിയിട്ട് നന്നായിട്ട് ഗ്യാപ്പുകൾ വരുന്നുണ്ട് പരീക്ഷയ്ക്ക്. സത്യം പറഞ്ഞാൽ ഈ ഗ്യാപ്പ് ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. വേഗം എക്സാം തുടങ്ങുക, വേഗം തന്നെ എക്സാം കഴിയുക. ഇതിപ്പോൾ 3-4 ദിവസമൊക്കെ ഗ്യാപ്പാവുമ്പോൾ ഇവർക്കും മടിയാണ്. പഠിപ്പിക്കാനിരിക്കണതിൻ്റെ ടൈം ഭയങ്കര കൂടുതലാണ്. കാരണം റിവിഷൻ എടുത്താൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും റിവിഷൻ എടുത്തിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അവർക്കൊരു തലയ്ക്ക് ഭ്രാന്താവും, കുറേ നേരം ഇരിക്കുമ്പോൾ എനിക്കും ഭ്രാന്താവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മൂട്ടി ട്യൂഷന് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് അമ്മൂട്ടീനെ ഇവിടെ ഒന്നും കാണാത്തത്. പായുമ്പോൾ പിന്നെ നമ്മുടെ അണ്ടറിലാണല്ലോ, വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പാത്രം തലേദിവസം കുറച്ച് കഴുകാനുണ്ടായിരുന്നു. മിക്കതും കുക്കർ കഴുകുന്നത് പിറ്റേ ദിവസത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ കഞ്ഞിവെള്ളം ഞാൻ ചെടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന കാരണം അത് പിറ്റേ ദിവസത്തേക്ക് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും രാത്രി പാത്രമൊക്കെ കഴുകി എടുത്തതിന് ശേഷം ഇവരുടെ വക കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കിടക്കുന്നത് തന്നെ ചിലപ്പോൾ 11 മണിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കിടക്കൽ. നേരത്തോടെ കിടക്കുന്ന സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. കാരണം മുടക്കാണല്ലോ. ഇനിയിപ്പോൾ സ്കൂൾ പൂട്ടുമ്പോഴാണെങ്കിലും ഇതൊക്കെ തന്നെയാണ്. കടുപ്പവും എണിക്കലൊക്കെ ഏകദേശം വയതുണിയ നേരത്തൊക്കെ ആയിട്ടാവും മിക്കതും വരാം. അതൊക്കെ ഒന്ന് മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട്. സാധാരണ എല്ലാ വെക്കേഷനും അങ്ങനെയാണ്. ഞാനാണെങ്കിലും പിള്ളേരാണെങ്കിലും കിടക്കാൻ നേരം വൈകും, എണിക്കാൻ നേരം വൈകും, അങ്ങനെയൊക്കെയാണ്. അമ്മൂട്ടി ട്യൂഷൻ ക്ലാസ്സിലത്തെ വിശേഷം വന്ന് പറയുന്നതാണ് കേട്ടോ കേട്ടത്. എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. കുട്ടികളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് നടക്കണ കാര്യങ്ങൾ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പൊതുവെ അമ്മൂട്ടിക്ക് ആ ഒരു സ്വഭാവം വളരെ കുറവാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കാര്യങ്ങളൊക്കെ വന്ന് പറയുക. ഞാൻ അവളുടെ അടുത്ത് പറയാറുണ്ട്, നിനക്ക് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞുകൂടെയും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ 2 ദിവസമൊക്കെ വന്ന് പറയും. പിന്നെ 3-ാം ദിവസം തൊട്ട് മൂപ്പരാൾ തദൈവ. അപ്പോൾ പിന്നെ ഞാൻ അധികം ബുദ്ധിമുട്ടിപ്പിക്കാൻ നിൽക്കാറില്ല. അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യട്ടെ എന്ന് വിചാരിക്കും. പായു പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പായു നേരെ ഓപ്പോസിറ്റാണ്. പായു സ്കൂളിലേക്ക് ഞാൻ പോകുമ്പോൾ കാറിലാണല്ലോ എടുക്കുക. അപ്പോൾ കാറിൽ കയറുമ്പോൾ തന്നെ മൂപ്പരാൾക്ക് ആ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഏകദേശം സ്കൂളിൽ നിന്ന് അങ്ങോട്ട് തിരിയുന്ന ഒരു വളവ് കഴിയുമ്പോഴേക്കും മൂപ്പരാൾക്ക് അന്നത്തെ ദിവസത്തെ പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓർമ്മ വരുമ്പോൾ പിറ്റേ ദിവസമാണ് അല്ലെങ്കിൽ ആ ഏത് നേരത്താണ് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ അപ്പോഴാണെങ്കിലും മൂപ്പരാൾ പറയും. അമ്മൂട്ടിക്ക് പൊതുവേ സംസാരം വളരെ കുറവായിട്ടുള്ള ഒരാളാണ്. വളരെ കുറവാണ് അവൾ സംസാരിക്കുക. അത് ചിലരുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാണല്ലോ അല്ലേ.
എന്നാലും പണ്ടത്തേനെക്കാട്ടൊക്കെ വളരെ മാറ്റമുണ്ട് കേട്ടോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ തീരെ മിണ്ടൂല. എന്തെങ്കിലും ഒരു കാര്യം മൂപ്പർക്ക് സങ്കടമായിട്ടുണ്ടെങ്കിലും കരയണതൊക്കെ ഇങ്ങനെ പതുക്കെ ശബ്ദമില്ലാണ്ടൊക്കെ ഇങ്ങനെ കരയില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ അവൾക്ക് കംഫർട്ടായിട്ടുള്ള ഏരിയയിൽ അത് എനിക്ക് തോന്നാറുണ്ട് കൂടുതൽ എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ കംഫർട്ടായിട്ടുള്ള സ്ഥലത്ത് മാത്രമായിരിക്കും ഞാനൊന്ന് ഓപ്പൺ അപ്പ് ആവുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് ഞാൻ ഭയങ്കര സൈലൻറ്റാണ്. അതുപോലെ തന്നെയാണ് ഏകദേശം അവളും. അവൾ കംഫർട്ടായിട്ടുള്ള ഏരിയയിൽ അവൾ ഭയങ്കര വയലൻ്റാണ്. അല്ലാത്തടത്ത് അമ്മൂട്ടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് പായുണ്ട്. എന്താ പറ്റിയ? എന്താ 12 മണി വരെ നീ അവിടെ എന്ത് ചെയ്യായിരുന്നു? 12 മണി വരെ പഠിച്ചോ കൂട്ടു? ആണ് 11 മണി വരെ ചേച്ചി പഠിച്ചു. 12 മണി വരെ കുട്ടി പഠിച്ച. കുട്ടൻ്റെ പുതിയ ഡ്രസ്സാണുള്ളത്. അമ്മ ആ പക്ഷെ ഇത് കുട്ടന് ഭാഗമാണ് കേട്ടോ. അമ്മയുടെ ഡ്രസ്സ് കുട്ടന് ഭാഗ കുറച്ച് ലൂസുണ്ട്. ഇറക്കണ്ട് കേട്ടോ. സമയം എത്രയെന്നറിയ ഇപ്പോ? 10:30 ആയിട്ടാണ് ഒരു തേറ്റ് വന്ന് പല്ലേക്കുന്നത്. സംസാരിക്കല് ഇപ്പൊ പഠിക്കാൻ നോക്ക്. നാളെ പരീക്ഷണ്ടാ? മറ്റന്നാള് സാരില്ല. അമ്മ ഉണ്ടാക്കി തരണ? അമ്മ ഉണ്ടാക്കി തരണ? ഇപ്പം എല്ലാ വീടുകളിലും ഏകദേശം ഓടിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷ വിഷയങ്ങളും പരീക്ഷയുടെ ടെൻഷനും അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള വിശേഷങ്ങൾ മാത്രമായിരിക്കും പിള്ളേർക്ക് അമ്മമാർക്കൊക്കെ ചർച്ച ചെയ്യാനും തലവേദനയ്ക്കുള്ള കാരണമായിട്ടൊക്കെ ഉണ്ടായിരിക്കുക അല്ലേ. ഇവിടെ സ്കൂളിൽ ഈ മെയ് മാസത്തിൽ ഒരു ക്യാമ്പ് വരുന്നുണ്ട് കേട്ടോ. 2-3 ദിവസത്തെയായിട്ടുള്ള ഒരു ക്യാമ്പ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പിള്ളേർ പോണ ഒരു റൂട്ട് ശരിയല്ല. കുറേ പിള്ളേർ, എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കണമൊന്നുമില്ല, എല്ലാവരും കൂടിയിട്ടല്ല പറഞ്ഞത്, എന്നാലും കൂടുതൽ പിള്ളേരും പോകുന്ന ആ ഒരു റൂട്ട് തീരെ ശരിയല്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, പണ്ടത്തെ കാലത്ത് നമ്മുടെ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഈ 90s 80s അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കൂടി വന്നാൽ ഒരു വായനോട്ടം അത്രയല്ലേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ, അല്ലെങ്കിൽ ഒരു പ്രേമം. ഇതൊക്കെ അത്രയും വലിയ കുറ്റമായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയത് ബ്രേക്കപ്പായി പിന്നെ നമ്മൾ വീണ്ടും ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ അവൾക്ക് കേൾക്കാത്ത പഴികളൊന്നും ഉണ്ടായിരിക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പിഴകളായിരിക്കില്ലേ അങ്ങനെയുള്ള സ്ത്രീകൾ. കാരണം നമുക്ക് ചൂസ് ചെയ്യാൻ പാടില്ല. നമുക്കൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അത് സ്വാഭാവികമാണ്. ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു പൊട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഒരു നേരം പോക്കാണ് അവർക്കത്. അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയിലൊക്കെയാണ് നമ്മുടെ ആൾക്കാരൊക്കെ ജീവിച്ചിരുന്നത്. ഇന്നിപ്പോൾ പിള്ളേർക്ക് കഞ്ചാവും മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ മതി. അവരുടെ ഒരു ദിവസം പൂർണ്ണമാവാൻ ഇതൊക്കെ തന്നെ ധാരാളം. പണ്ട് ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ തല്ലൂട്ടം സ്വാഭാവികമാണല്ലോ. എല്ലായിടത്തും ഉണ്ടായിരിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ നന്നായിട്ട് തല്ലൂടാറുണ്ട് കേട്ടോ. കൂടുതലും ഏട്ടനൊരു സ്വഭാവം ഉണ്ടായിരുന്നു അന്ന്. ഏട്ടന് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ ചിലപ്പോൾ ഞാൻ എതിർക്കുന്ന ഒരു കാര്യമായിരിക്കും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ തല്ലോടും. എന്നിട്ട് ആ ഒരു കാര്യം നടത്തിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് വരും. പക്ഷേ തല്ലോടിയിട്ടിരിക്കുന്ന ഒരു 2 മണിക്കൂർ കടന്നു പോകാൻ നമുക്ക് 2 യുഗം കടന്നു പോകണ പോലെയാണ് ഉണ്ടാവും. കാരണം അന്നെന്നൊക്കെ പറഞ്ഞാൽ ഫോൺ വിളിക്കാനൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് കട്ടൊക്കെ വിളിക്കാമെന്ന് അറിയില്ലേ ഫോൺ, അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുക. ആ ഒരു ഇടയ്ക്കും തലയ്ക്കും കിട്ടുന്ന ഒരു ചാൻസ് ചിലപ്പോൾ വിളിച്ചെടുക്കുന്നത് ഇവിടുത്തെ അമ്മയായിരിക്കും. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ഫോൺ കട്ട് ചെയ്തിട്ട് പോകണം. കണ്ടിട്ടില്ലേ പണ്ടത്തെ സിനിമയിലൊക്കെ? അങ്ങനെയൊക്കെ കടന്നു പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പിള്ളേർക്ക് ഇന്നത്തെ കാലത്ത് അതൊന്നും എൻജോയ് ചെയ്യാനുള്ളൊരു ശേഷി ഇല്ല എന്ന് തോന്നുന്നു. അന്നത്തെ കാലത്തെ പിണക്കങ്ങളും ഇഷ്ടങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പ്രേമിച്ചാൽ പോലും മുഖത്ത് ആസിഡ് ഒഴിക്കുക, അല്ലെങ്കിൽ വേറെ എന്താ ചെയ്യുക, ഇപ്പോൾ കണ്ടില്ലേ തലക്കടിച്ച് കൊല്ലുക. ഇതൊക്കെയാണ് ഓരോരുത്തരുടെ കലാപരിപാടികൾ. ഇന്നലെ പ്രഭി വിളിച്ചപ്പോഴും പറയണ്ടായിരുന്നു, ചേച്ചിയെ പേടിയാവണു എങ്ങനെയാണ് പിള്ളേരൊക്കെ വളർന്ന് വലുതായി വരുമ്പോൾ. സത്യം പറയുകയാണെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പറയുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അവർ കണ്ടറിഞ്ഞ് എല്ലാതും മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള പിള്ളേരാണ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. അപ്പോൾ അവർക്കത് മനസ്സിലാക്കിയിട്ട് അവർ മുന്നോട്ട് പോട്ടെ. നമ്മൾ കുറേ ടെൻഷൻ അടിച്ച് നമ്മുടെ ആയുസ്സുമാരൊക്കെ കളഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ.
നമുക്കിന്ന് ഉച്ചക്കലേക്ക് മാങ്ങ ചമ്മന്തിയും അതുപോലെ തന്നെ കായുപ്പേരിയാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഇനിയൊന്നും വേണ്ട. പായുമ്പടെ വക ചെറിയൊരു മാങ്ങയുടെ അച്ചാറും കൂടി ഉണ്ടാക്കി തരാൻ നോട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഉച്ചക്കലേക്ക്. കുളിച്ചിട്ടില്ലേ? കുളിച്ചിട്ടിരുന്ന് പഠിച്ചാൽ മതി കേട്ടാ. താങ്ക് യു. എങ്ങനെയാ എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയായിരുന്നു? ഇന്ന് നല്ല മഴക്കാറുള്ള ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നിന്ന് ഒഴുകണം കേട്ടോ. അമ്മാതിരി ചൂടാണ്. അപ്പം ഏട്ടൻ പറയണുണ്ടേ, പിന്നെ പണ്ടത്തെ കാലത്തൊന്നും നമ്മുടെ നാട്ടിൽ ചൂടില്ലായിരുന്നല്ലോ, ഇപ്പോഴാണ് ചൂട് കൂടുതൽ, വെറുതെ പറയുന്നതാന്നൊക്കെ. അടുത്ത മാസം വരുന്നുണ്ട്, 5-ാം തീയതി നാട്ടിലേക്ക് എത്തും. അപ്പം മനസ്സിലാവുമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റണില്ല. കാര്യമായിട്ടാണ് പറഞ്ഞത്. അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ തലയുടെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ടല്ലോ, നെറിയും തലേന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നിങ്ങനെ വരികയാണ് നമ്മുടെ മുഖത്തേക്ക്. അത് അവിടെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരും ആ ഒരു ചൂട് ഫേസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ചൂടിൻ്റെ പോലെ അല്ല അവിടുത്തെ ചൂട്. അവിടുത്തെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഫ്ലവറാണത് അല്ലേ? അല്ലേ? പട്ടാമ്പൂച്ചിയനടാ, അത് വലിക്കാനുള്ളതാണേ. ഞാൻ വരാം. കിട്ടി പുറത്ത് വെക്കാനുള്ളതാ. ഇതൊരു പ്ലാസ്റ്റിക് നൂല് അങ്ങനെ എന്തോ സാധനം തോന്നുന്നു അല്ലേ? ഇത് നൂല് കളിപ്പിച്ചോട്ടെ. ഇത് നമ്മുടെ ആയിരങ്ങനിപുരത്തിന് വാങ്ങേണ്ടാകുന്ന പൂരസാധനങ്ങളുടെ ലിസ്റ്റിൽ പെട്ടൊരു സംഭവമാണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആയിരങ്ങനിപുരത്തിൻ്റെ ക്ലിപ്പിങ്സ് ഒന്നും ഇട്ടില്ല അല്ലേ. അധികമൊന്നുമില്ല, വെറുതെ ജസ്റ്റ് പൂരത്തിൻ്റെ മാത്രമേ ഉള്ളൂ. പറ്റുന്ന വെച്ചതിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വ്ളോഗിൽ കുത്തിക്കയറ്റി ഇടാം കേട്ടോ. അപ്പോൾ പൂരസാധനങ്ങൾ വാങ്ങിച്ചതിൽ ഉള്ളതാണ് നമ്മുടെ പൊരി. ഇവിടെ പൊരി കഴിക്കാൻ ഞാനും പായമ്പി മാത്രമാണ്. അമ്മൂട്ടിക്ക് അധികം എന്നല്ല, അമ്മൂട്ടിക്ക് ഇഷ്ടം തന്നെ ഇല്ല, അമ്മൂട്ടി കഴിക്കാറ് തന്നെ ഇല്ല കേട്ടോ. ഞാനും പായും അത് ചായയിലൊക്കെ ഇട്ടിട്ട് കഴിക്കും. അപ്പോൾ ഇന്ന് നാളികേരം ചെറുക്കി കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ പൊരി ഇട്ടിട്ട് നന്നായി തിരുമ്മി കൂട്ടി എടുക്കണം കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. മധുരം ഇടും, നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടായാലും കഴിക്കാം. പക്ഷേ എനിക്ക് പഞ്ചസാര ഇടാണ്ട് വെറുതെ ആ ഒരു നാളികേരത്തിൻ്റെ ഒരു കുഞ്ഞു മധുരം ഉണ്ടാവുമല്ലോ, അതിൽ കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അമ്മൂട്ടിക്ക് കൊടുത്തപ്പോൾ അമ്മൂട്ടിക്ക് ഇതിങ്ങനെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അവളത് കഴിച്ചു കേട്ടോ. കുഴപ്പമില്ല, അതിനോട്ട് സാധനം പ്രശ്നമില്ല. കുഴപ്പമില്ല. ഒരു സാധനം തരാ. ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. ക്യാമറ ഓഫ് ആക്കാം. നന്ദമോള് ഫ്രഷ് ആയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ക്യാമറയുടെ മുന്നിലേക്ക് വരാഞ്ഞത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞാൻ ആ മുട്ടിനെ നന്നായിട്ട് അടിച്ചു കൊടുന്നു കേട്ടോ. പണ്ട് പഠിക്കാത്തതിൻ്റെ പേരിൽ, അല്ലാണ്ട് കുറുമ്പ് കാണിക്കണേന് ഞാൻ അന്നും അടിക്കാറില്ല ഇന്നും അടിക്കാറില്ല. അത് രണ്ടാളെ അങ്ങനെ അടിക്കാറില്ല കേട്ടോ. ആ ഒരു പേരും പറഞ്ഞിട്ട് അത്രയും നിവർത്തികേട് വരുന്ന ഒരു സമയത്ത് മാത്രമാണ് ആ ഒരു പേരിൽ ഞാൻ അടി കൊടുക്കാറുള്ളൂ. പക്ഷെ പഠിക്കാത്തതിൻ്റെ പേരിൽ അമ്മൂട്ടിക്ക് നന്നായിട്ട് അടി കിട്ടി കൊടുന്നു. പക്ഷെ അതെനിക്ക് ഒരു തിരിച്ചറിവ് വരുന്നത് ഒരു 2 കൊല്ലം മുന്നേ അല്ലെങ്കിൽ ഒരു 3 കൊല്ലം മുന്നേയൊക്കെയാണ് കേട്ടോ. ആ ഒരു പേരിൽ നമ്മൾ കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അവളുടെ ഒരു ഓർമ്മകളിൽ അതുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഞാനിതുപോലെ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ അവളുടെ ഓർമ്മകളിൽ അതൊക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പിന്നെ ഞാനാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, അമ്മയുടെ നല്ല അടി കിട്ടിയോടുന്നു എന്നുള്ള കാര്യം.
അപ്പോൾ കുട്ടികൾ കുറേ അടിക്കണേലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അവർക്കൊരു പ്രായമാകുമ്പോൾ അതിൻ്റെ കാര്യത്തിൽ, അതായത് പഠിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് സ്വയം വരുന്ന സമയത്ത് അവർ തന്നെ തന്നെ ഇരുന്ന് പഠിക്കും. അത് എനിക്ക് മനസ്സിലാവാൻ ഇത്തിരി സമയം വൈകിയായിരുന്നു. ഞാൻ അതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ സങ്കടം വന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. എന്നിരുന്നാൽ കൂടിയിട്ട് പറയാണ്, അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അടിക്കൊന്നും വേണ്ട കേട്ടോ. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരിപ്പോൾ പഠിക്കട്ടെ. അവരുടെ ഒരു കാലഘട്ടത്തിലേക്ക് അവർ കടക്കുമ്പോൾ അവരെന്തായാലും തന്നെ ഇരുന്ന് പഠിക്കുന്ന ഒരു സമയമാകുമ്പോൾ അവരെന്തായാലും പഠിക്കും. നമ്മളവരടിക്കുകയേ വേണ്ട, ചീത്ത പറയുകയും വേണ്ട. നിങ്ങൾ പഠിക്കണം എന്ന് എന്താണുള്ള വാക്ക് പറയുക വേണം. പഠിക്കുക എന്നുള്ളൊരു വാക്ക് പറയണം. അല്ലാണ്ട് അവർ കണ്ടറിഞ്ഞ് പഠിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ആ ഒരു വാക്കിൽ അവർ തന്നെ ഇരുന്ന് പഠിക്കുന്ന വെച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. വൈകുന്നേരം ഇപ്പോൾ ദാ സച്ചുട്ടനും തക്കുടും ജസ്നിയും ശ്രീമോളും പിള്ളേരെല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മളോട് ഒരു കുഞ്ഞ് സൽക്കാരാണ്, കുഞ്ഞ് പാർട്ടിയാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ദാ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ കുട്ടുകൊണ്ടൊപ്പം. സച്ചുട്ടനും തക്കുടും ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ജസ്നനെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് കണ്ട് ശ്രീമോൾ എടുത്തിട്ടാണ് പിന്നെ തക്കുട് വന്നത് കേട്ടോ. ഷെഫിൻ്റെ വകയാണ് ഇന്നത്തെ നമ്മുടെ ചിക്കൻ ചുടലും കാര്യങ്ങളൊക്കെ. ഷെഫ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് ഉണ്ടാക്കി തരാം, നാളെ ഉണ്ടാക്കി തരാമെന്ന്. അവസാനം പിള്ളേർ എന്നെ കളിയാക്കി തുടങ്ങി, സത്യത്തിൽ കുഞ്ഞുമ്മ ഷെഫ് തന്നെയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ചോദ്യം ഒഴിവാക്കാനാണെന്ന് തോന്നുന്നു. മൂപ്പരാൾ പ്രാവശ്യം മുൻകൈ എന്നെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് ആളെന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ കഷ്ടപ്പെട്ട് നിങ്ങളെന്തിനാ വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ അടിക്കണേ? എടാ അവിടെ നാളാണ് ലീല കണ്ടല്ലോട്ടാ. എന്നാ ഇങ്ങോട്ട് അങ്ങോട്ട് വേണ്ടട്ടെ. പായു നാൾ കണ്ട സാധനത്തിന് ഓർമ്മയുണ്ടല്ലോ. ആ അണലിനുള്ളത് ചാടി കടിക്കൂട്ടാണല്ലേ. ഇല്ല മാമന് പേടിയില്ല. മാമൻ പൂലൊക്കെ എടുത്തോണ്ട് തന്നെ നിറയെ ചാമ്പക്കുണ്ട് പാപ്പനോടെ. വേണ്ട ചുവപ്പില്ല. നമ്മുടെ തോണ്ടി കുഞ്ഞുമാമന് പണി കൊടുത്തു ഗൈസ്. ഞങ്ങൾ കുഞ്ഞുമാമൻ ഏണി വെച്ച് മാങ്ങ പൊട്ടിക്കാൻ പോവുകയാണ്. ആ അവിടെ ഒരാൾ ഓടി വന്നിട്ടുണ്ട്. ആ അടാ അതിനുമ്പോ അത് ലാഡറാടാ. ലാഡറാകുമ്പോ അവിടേക്ക് ഇവിടേക്ക് നീക്കി നിന്നിട്ട് ആ കലോ അവിടെ നിന്ന് നിന്നൊക്കെ പൊട്ടിക്കാലോ. ഇതിപ്പോ നീ ആ ഭാഗത്തു നിന്ന് തന്നെ പൊട്ടിക്കണ്ടേ? ഞാൻ ലാഡർ എടുത്തോണ്ടിരാ. പഴുത്ത മങ്ങിയാട്ടെ എറിയല്ലേ ദേ അടുത്ത് വാങ്ങ. എല്ലാം പഴുത്തമ്മേ. ആ പ്രിയൂര് പറയാ പോണ്. എടാ ചെരുപ്പ് ഊരിട്ടിട്ട് കേറടാ. ആ അതാ കുത്തും പിടിച്ചത്. നീ ആ മാങ്ങ നിലത്ത് വീണോട്ടെ കുഴപ്പമില്ല. കുട്ടപ്പ മാറി താലേക്ക് വീഴും. മാമന്റെ ഉന്നം ഓ പറഞ്ഞ് വീഴ്ത്തി തരുന്ന മുകളിലുള്ളത് പൊട്ടിക്കാനേ പറ്റാണ്ട് അത് എറിഞ്ഞ് വീഴ്ത്താന്ന് വെച്ചിട്ട്. അപ്പം മൂപ്പരാളെ ഒറ്റ എറിഞ്ഞല്ല വീഴ്ത്തുന്ന് പറഞ്ഞതാ. ആ അറ്റത്തുള്ള വലുത് മാമനുണ്ട്. അവിടെ മാമനുണ്ട്. ആ ജസ്റ്റ് മിസ് കൂട്ടുക, ജസ്റ്റ് മിസ്. അവിടെ എത്തുമ്പോഴേക്ക് ആ ഒരു ഷോട്ട് പോണതാ. കുട്ട മാറ്. അടാ അതുകൊണ്ട് എങ്ങനെയാടാ വീഴാ? ഏറ് മാവുമ്പോ തട്ടുണ്ട്. എന്റെ ചെടിയൊക്കെ ഓടിയോ? കനയില്ലാത്ത വടി, അധികം തടിയില്ലാത്ത വടി എടുക്കുവായോ? അത്രയും കനം പാടില്ല. കനയില്ലാത്ത മാമുണ്ട് കേട്ടോ. അവിടെ മാമുണ്ട്.
ഏയ് നോ 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 നോ. എന്നെ ചെമ്പരത്തി ഒടിഞ്ഞു ഗായ്സ്, ഒരു കൊമ്പ് ഒടിഞ്ഞിരിക്കണോ. വിടർന്നു. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, ഞാൻ ഫോക്കസ് ചെയ്യാം. ഈ എന്താ റിട്ടാൻ അടിക്കാൻ വേണ്ടി പൂവൻ പറയാങ്ങത്. ഓ 4 എണ്ണല്ലേ നമ്മൾ. മതി, ഞാൻ നിർത്തിയിരിക്കുന്നു. ഇതിന് വേദം കുട്ടുക തോന്നുന്നുണ്ട്. കുട്ടൂര് പിന്നെ ഉണ്ടെന്നുണ്ട്. ഒറ്റ എറിഞ്ഞ മാവുമ്പലത്തെ എല്ലാം വാങ്ങി വീഴ്ത്തുന്ന പറഞ്ഞ ടീമാണ് കേട്ടാ. ഒറ്റ എറ് പോയിട്ട് ഇപ്പൊ 50 എണ്ണായി. ഓ നോ. ഒരെണ്ണെങ്കിലും നെഹി നെഹി മാറി കൂട്ടി 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 മാറി. ഓ വീണാ, ഒരെണ്ണം വീണാ, ഒരെണ്ണം വീണു തോന്നണ്ടാ, ഒരെണ്ണം വീണു തോന്നണ്ട. ആ വീണു വീണു, ഒരെണ്ണം വീണു, ഒരെണ്ണം വീണു, ഒരെണ്ണം കിട്ടി, ഒരെണ്ണം കിട്ടി. ഇപ്പോഴാണ് ഇപ്പൊ ഉന്നൊന്ന് കിട്ടി തുടങ്ങിയത്. അച്ഛനോട് ഇത്രയും പൊക്കി പറയുന്നു. ഇതിനിടയിൽ ചേട്ടൻ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവിടെ കിടന്ന് സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ തക്കുടും ചേട്ടനും പോന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ചേട്ടന് ഭയങ്കര പേടിയാണ്. ചേട്ടൻ ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയങ്കര പേടി കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരെങ്കിലും ഒരാൾ തിരിച്ച് ചെന്നിട്ടുണ്ടെന്ന് വെച്ചാൽ മൂപ്പരാൾക്ക് സുഖസുന്ദരമായിട്ട് അന്നത്തോട്ട് കിടന്ന് ഉറങ്ങാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവർ പോന്നിട്ടുണ്ടെന്ന് വെച്ചാൽ മൂപ്പരാളെ ഉറക്കൊക്കെ ദൈവിയാണ്. ഇപ്രാവശ്യവും പെണ്ണന്വേഷിച്ചിട്ടൊന്നും ശരിയായിട്ടൊന്നുമില്ല കേട്ടോ. ആൾ തിരിച്ച് പോയി. ഇനിയിപ്പോൾ മെയ്യിലവൻ വരും തിരിച്ച്. അപ്പോൾ 1 മാസമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇതിപ്പോൾ ഓണത്തിന് പൂരത്തിനായിട്ട് വേണ്ടി മാത്രം വന്നതാണ്. ഇനി 2 ദിവസം കഴിഞ്ഞ പരീക്ഷയുള്ളതാണ് ഈശ്വരാ. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. പോയി എല്ലാം പോയി. അടതെന്താടാ പറഞ്ഞ പോലെ. ഉള്ളിലൊന്നും ആയിട്ടില്ലേ. കളിച്ചോട്ടെ. അയ്യോ ഇതൊന്നും തട്ടി മറിച്ചിടരുതിട്ടാ. കളി അവിടെ ഉരുണ്ട് വീഴാനും പാടില്ല. പിന്നെ കുഞ്ഞ് ഡേഞ്ചർ, കുഞ്ഞ് ഡേഞ്ചർ. അണ്ട ചേട്ടന്മാരൊക്കെ കളിക്കണ നോക്കിയേ. കണ്ടാ 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 തക്കുടു മാമൻ. ഒഴുക്കിയേ ഒരു സുഖം. അതെ കുഞ്ഞുമാമ നീ എവിടെ ഇരുന്നോ? എല്ലാവരും കോരിയെടുത്തു. മാങ്ങയാണോ കഴിക്കണേ? കുഞ്ഞുമാമന്റെ 2 തരത്തിലുള്ള ചിക്കൻ, ചുവപ്പ് ചിക്കൻ, പച്ച ചിക്കൻ. നല്ല ടേസ്റ്റ്. മയോണൈസിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഒന്നുമില്ല നല്ലതാ മാമി, അതല്ല നല്ലതാ മാമ. അതെയോ, ഞാൻ മാമ വേറെ വല്ല പണിയിലായിരിക്കും വിചാരിച്ചത്. കൊണ്ടുവരണ്ടേ ഭയങ്കര വലിയ പീസ് ചെറിയ പീസാക്കാൻ മതിയായിരുന്നു.
ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. നോ. ദാറ്റ് ഈസ് when you have it. അത് കളിച്ചോട്ടടി. ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ ചാനൽ അക്ക ജളികളാ. ഞാൻ ആര് പറ ആയോടി പോയില്ലേ? കുഞ്ഞി പറഞ്ഞേ പറ. കുഞ്ഞിക്ക് ചിക്കൻ തരട്ടെ? ചിക്കൻ തരട്ടെ? ചിക്കൻ അയ്യോ അതിലെന്താ കോമഡി എന്നറിയാം? അത് ഞങ്ങളുടെ ഏറ്റവും താഴെയുള്ളത്. ഈ കടുക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും താഴെയുള്ളത്. ബാക്കിയുള്ളതൊക്കെ ന്യൂ ജനറേഷൻ. ഇത് ഞങ്ങളുടെ താഴെയുള്ളത്. ബാക്കിയൊക്കെ 2K. എവിടെ ഹുലാഹൂപ്പ്? ഹുലാഹൂപ്പ് ഇട്. ഞാൻ ആക്ഷൻ ഇടട്ടെ? വർക്കായ മതി. 3 വട്ടം 5 വട്ടം ചുരുങ്ങിയതാണ്. 3, 2, 1. വെറുതെ ഒന്നുമില്ല, കറങ്ങലന്നെ. ചേച്ചിക്കൊന്നും അറിയില്ല. ഉണ്ടേ കുഞ്ഞാമ ഫുള്ള് ടൈറ്റ്. പോട്ടെ കറക്ക. എടാ നീയും കൂടെ ഇങ്ങനെ ആവണോ? ഹിപ്പളക്ക് പോട്ടെ. ഓ പിന്നെ ചേച്ചി കറക്റ്റ് ഓ അല്ലെങ്കിൽ ഇപ്പൊ ചാടി. ഓ മാമന്റെ മേത്ത് ചേട്ടണ്ടാ. 4 ചിക്കൻ മൊത്തം തേച്ചു. അഗൈൻ കുഞ്ഞുമാമൻ. നീ ഇതിനാ ചവിട്ടി പിടിക്കണേ? പണ്ടത്തെ എന്ത് സാധനം? ഇതാദ്യമായിട്ട് ഞാൻ കാണുന്നത് ചവിട്ടി പിടിച്ചിട്ട് ചാടുന്നത്. അക്ക് മാറുന്ന പാപ്പന്റെ തലക്ക് അടിക്കോ? കൊടുക്കണോണ്ടല്ല ഇവിടെ പ്രശ്നം കരച്ചിലാണ്. ഇരിക്കാൻ പാടില്ല. അക്ക് വാടാ. വായോ ബാ അക്ക് വായോ. മാമ തന്നെ. മാമ ഇപ്പൊ വരും. അക്ക് വായോ. ആന്റിയുടെ അടുത്തേക്ക് വാ. ആന്റിയുടെ കുട്ടി വായോ. പൊന്നു വായോ. അക്കോട് വായോ. ബാ. അക്ക് മാത്രമേ ഇരിക്കാത്തുള്ളൂ. നോക്കി ഇവിടെ പൂക്കളിട്ട പോലെ ഇരിക്കണ എല്ലാവരും. ഇങ്ങോട്ട് വാ. അത് ചിക്കൻ പൂവ്. വായ പൊന്നു വാ. സച്ചിത അറിയാലോ. അപ്പം ഞങ്ങളുടെ ഒത്തുചേരലും കാര്യങ്ങളൊക്കെ ഈ ഒരു
വരവിലത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വരവിൽ നോക്കാമല്ലേ. ഞാനിങ്ങനെ എല്ലാവരും കൂടിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ ചിലപ്പോൾ ചളി പറഞ്ഞ് ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കും കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ചിരി മാത്രമായിരിക്കും ഇതിൽ മെയിനായിട്ട് ഫോക്കസായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ശ്രീമോളും തക്കുടും ജസ്നയൊക്കെ കൂട്ടിയിട്ട് പോയി. സച്ചിട്ടും പിന്നെ അന്നത്തെ ദിവസം കൂടിയാണ് കേട്ടോ നിന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു ഒരു ദിവസം. ചേച്ചി ഉണ്ടായിരുന്നു, അപ്പുറത്തുനിന്ന് നന്ദമോളുണ്ടായിരുന്നു, കുട്ടപ്പൻ ഉണ്ടായിരുന്നു. കുട്ടപ്പൻ ഞങ്ങൾ പരിപാടി തുടങ്ങുമ്പോഴേ മൂപ്പരാളുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും കൂടുമ്പോൾ ഒരു രസം അത് വേറെ തന്നെയാണ്. ഇത് പിറ്റേ ദിവസം ഒരു കുറച്ചൊരു ഭാഗമാണ്. നമ്മുടെ വീട്ടിൽ ചെറിയൊരു രീതിയിൽ പെയിൻറ്റ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, സ്വാമി റൂമും അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും കിച്ചണും ഇത് മൂന്നും കൂടെ നമ്മളൊന്ന് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഞാനെന്നെ വല്ലാണ്ട് വലിച്ചു വാരി എടുത്തിട്ടൊന്നുമില്ല. വീടൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കേണ്ടത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ ക്ലീൻ ആക്കലും കാര്യങ്ങളും നമ്മൾ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ സ്വാമി റൂമിൻ്റെ ഒരു കോലം ഇത്രയും കരി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാ വർഷവും സ്വാമി റൂമിൽ പെയിൻറ്റ് അടിക്കാറുണ്ട്. കാരണം വിളക്ക് വെക്കുന്നതല്ലേ, അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് കരി പിടിക്കും. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ക്ലിയറാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് നമ്മൾ സ്വാമി റൂം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ എന്തായാലും നമ്മുടെ പൂരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളതൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.